ഹായ് സ്റ്റുഡൻസ്. ഇപ്പം ഇന്നലെ ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിരുന്നു. നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്, ബിസിനസ് റിസർച്ച് മെത്തേഡ്. സോ ഈ ഒരു സബ്ജക്റ്റ് ഹൗ ഇറ്റ് ഇസ് റെലവൻറ്റ് ഫോർ യു ബോത്ത് ഇൻ യുവർ അക്കാദമിക് വേസ് ആസ് വെൽ ആസ് ഇൻ അതർ വേസ് നമ്മൾ പറയണ്ടായി. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ സബ്ജക്റ്റ്. ഞാൻ ഫസ്റ്റ് മോഡ്യൂളിൽ ഓരോ പോർഷൻസ് ആയിട്ട് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, സിലബസ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ആസച്ച് സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പി ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന് നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. അതാത് ദിവസത്തെ നോട്ടുകൾ എഴുതുക, അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം ഇത് ആഴ്ചയിൽ 4 hours ഉള്ളൊരു സെഷനാണ്. അപ്പം അത് ഞാൻ 4 days ആയിട്ട് ഞാനത് പ്ലാൻ ചെയ്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതാത് ദിവസത്തെ കാര്യങ്ങൾ കേൾക്കുക, നോട്ടുകൾ എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് എന്നുള്ളതിനെ കുറിച്ചിട്ടോ ബിസിനസ് റിസർച്ച് എന്നുള്ളതിനെ കുറിച്ചിട്ടോ മേ ബി യു മേ നോട്ട് ബി ദാറ്റ് മച്ച് അവെയർ. കാരണം യു ആർ ഇൻ യുവർ UG പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങൾ ഒരു +2-ലൊന്നും നിങ്ങൾ യു മേ നോട്ട് ഹാവ് ബീൻ മച്ച് ഫെമിലിയർ വിത്ത് ദ ടേം റിസർച്ച് ആൻഡ് നോട്ട് ഈവൻ വിത്ത് ദ ടേം ബിസിനസ് റിസർച്ച്. സോ നമുക്കൊരു ജനറൽ ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ളൊരു ഓവർവ്യൂ ആദ്യം നോക്കാം. നമ്മളിപ്പോൾ സപ്പോസ് take the case of a country. Every country has an economy, right? So in the case of an economy, that economy is controlled by several factors. What are factors? Size of the population, industrial activities happening in that economy, agriculture, policies of the government, culture of the people, educational system, infrastructure facility. So much of factors are there which contribute to the growth of an economy. So as a person who is living in an economy, you want to satisfy your basic needs, like you need food, you need shelter, you need clothes, you need to have education. So every person living in the society has certain needs. So this particular needs is fulfilled by the various other activities that is surrounded in the economy. Like you have industries which are supplying you with the food materials you need. You have industries, textile industries, which will supply you with the clothing. You have educational institutions which will provide you with your necessary education. You have service sectors like transportation, communication, banking, which will be satisfying, taking care of your some other needs. So all these things are interrelated and intertwined in an economy. Moreover, every economy has a government at the state and the central level. Both of these will have their own guidelines and policies which will result in the integration, coordination, and control of all these activities which is taking place everywhere in the nation. And main objective of this entire coordination and controlling is nothing but to make the nation achieve maximum growth. So how would you know that a nation is getting its maximum growth? It's more about productivity. If every industry working in an economy is achieving its maximum productivity, automatically that particular economy will also be productive. How will you measure the productivity? Productivity is measured in terms of output and input. It is the ratio of annual revenue and annual cost. അപ്പം നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും മിസ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് റിസർച്ച് ആണോ ഇക്കണോമിക്സ് ആണോ? ഇതൊരു ഓവർവ്യൂ, പറഞ്ഞതൊക്കെ ഇക്കണോമിക്സ് ആണ്. നമ്മളൊരു ഇക്കോണമിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമുക്കൊരു ഇക്കോണമി ഉണ്ട്. ഒരു ഇക്കോണമിയിൽ ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് നമ്മൾ. മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒത്തിരി നീഡ്സ് ഉണ്ട്. ആ നീഡുകളൊക്കെ ഈ ഇക്കോണമിയിൽ തന്നെയുള്ള പല ഇൻഡസ്ട്രീസും സർവീസ് സെക്ടേഴ്സും ഒക്കെയാണ് നമുക്ക് നിർവഹിച്ച് തരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോണില്ലേ എന്ന് നോക്കാനായിട്ട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അവരുടെ പോളിസീസ് ഇത്തരം സംവിധാനങ്ങളെ മുഴുവനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ ഇക്കോണമി ഗ്രോ ചെയ്യണം, ഫ്ലറിഷ് ചെയ്യണം.
ഇക്കോണമി ഫ്ലറിഷ് ചെയ്താലേ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബേസിക് നീഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണമെങ്കിൽ എന്ത് വേണം, നമ്മളെ ചുറ്റും നിന്നും സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം ഇൻഡസ്ട്രീസ് അവർ പ്രൊഡക്റ്റീവ് ആവണം. അവർ പ്രൊഡക്റ്റീവ് ആവുക എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിയുടെ ഫോർമുല എന്താ, ഇറ്റ്സ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. മിനിമം ഇൻപുട്ട് അല്ലെങ്കിൽ റീസണബിൾ ഇൻപുട്ട് വെച്ച് മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും എന്ന്, അല്ലെങ്കിൽ നമ്മൾ ആനുവൽ റവന്യൂ ബൈ ആനുവൽ കോസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇതാണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ, ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടുക അതുവഴി ഇക്കോണമീനെ ഫ്ലറിഷ് ചെയ്യിക്കുക എന്ന ഒരു മൊത്തം ഒബ്ജക്റ്റീവിലോട്ട് എങ്ങനെയാണ് റിസർച്ചിനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പോണതെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ടൂത്ത് പേസ്റ്റ് അല്ലെ. അപ്പൊ ഒരു കമ്പനി ഉണ്ട്, അവർ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കും. അപ്പൊ ആ കമ്പനിക്ക് എന്തെല്ലാം ഫാക്ടേഴ്സ് ആയിരിക്കും ആ കമ്പനീനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ആ ടൂത്ത് പേസ്റ്റിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്, ടൂത്ത് പേസ്റ്റിന്റെ ടേസ്റ്റ് എന്തായിരിക്കണം, ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ്, വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ഇൻകം ലെവൽ ഓഫ് പീപ്പിൾ എന്താണ്, വാട്ട് ആർ ദ കോമ്പീറ്റിംഗ് ബ്രാൻഡ്സ്, ലൊക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്താണ്. അങ്ങനെ സോ മച്ച് ഓഫ് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് ആര് കൺസേൺഡ് ആവണം, ഈ ഒരു കമ്പനി കൺസേൺഡ് ആവണം. ഈ കമ്പനിക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നല്ലേ, ദിസ് പെർട്ടിക്കുലർ കമ്പനി വാണ്ട് ടു എൻഹാൻസ് ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി. So taking into consideration all this factor, the company should be in a position to identify how can they increase their productivity. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വന്നോ, അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നോ, how a company is growing to ensure its productivity taking into consideration all these factors. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനൊരു പ്രോബ്ലം എന്നാണ് നമ്മൾ പറയാ. പ്രോബ്ലത്തിന് എന്താ ആവശ്യം, പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആണ് ആവശ്യം. എങ്ങനെയാ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോണത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? നോ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ടു ബി അനലൈസ്ഡ് ഫ്രം എ വെരി പ്രിറ്റി ഡേറ്റ പോയിന്റ് ഓഫ് വ്യൂ. വളരെ ക്ലിയർ ആയിട്ട് ഡേറ്റയുടെ ബേസിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, 100 കണക്കിന് ക്വസ്റ്റ്യൻസ് ഓരോ കമ്പനീസും ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസിന് നമുക്കൊരു എന്താ പറയാ, ഒരു ഇമാജിനേഷനിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോയാൽ രക്ഷപ്പെടുമായിരിക്കും, ഇങ്ങനെയൊക്കെ പോയാൽ, അങ്ങനെ ഒരു റഫായിട്ടൊരു ആൻസർ പറയാൻ പറ്റില്ല. ആക്ച്വലി എന്താ ആവശ്യമായിട്ട് വരുന്നത്, യു നീഡ് എ ക്ലിയർ കട്ട് ആൻസർ ഓൺ ദ ബേസിസ് ഓഫ് ക്ലിയർ കട്ട് ഡേറ്റ. അങ്ങനെ ഇത്തരം ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ റിസർച്ചിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് സോ ഇറ്റ്സ് ദാറ്റ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇക്കോണമി ജനറൽ വരും, ആസ് എ ഹോൾ കമ്പനീസിൽ ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൻസേഴ്സ് എന്ത് വേണം, കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇതിലേക്ക് വരുന്നത്. സോ എന്താ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ ക്യാൻ വിഷ്വലൈസ് ദ ഫാക്ട് ദാറ്റ് a detailed study is required in each practical situation for better results. അല്ലെ, നമ്മളിപ്പോൾ പറഞ്ഞു നിസാരമായിട്ട് ടൂത്ത് പേസ്റ്റ് നമ്മളുടെ ഒരു ആവശ്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. സോ ഫോർ ദാറ്റ് യു നീഡ് എ ടൂത്ത് പേസ്റ്റ്. ആ ടൂത്ത് പേസ്റ്റ് നമുക്ക് തരുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നതിൽ അവർക്ക് ഒത്തിരി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിക്ക് എങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്നറിയണമെങ്കിൽ അവർക്ക് അതിനൊരു സ്റ്റഡി നടത്തണം. സോ ഇഫക്റ്റീവ്ലി നല്ലൊരു ടൂത്ത് പേസ്റ്റ് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന പോലെ എന്നാൽ പ്രൊഡക്റ്റീവായിട്ട് കൺസ്യൂമേഴ്സിന് എങ്ങനെ കൊടുക്കാം എന്നുള്ള ഒരു പ്രോബ്ലം വിഷ്വലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയാണ് ആക്ച്വലി റിസർച്ചിൽ. സോ ഇൻ റിസർച്ച് യു ആർ ആക്ച്വലി വിഷ്വലൈസിങ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ and you are conducting a fact-based detailed study of such situations. എന്തിനു വേണ്ടിയിട്ടാ, why do we do so? Any effort which is directed to such a study for better result is known as research, and we are doing it in order for betterment of our activities and
ദിസ് ഇസ് ദ കോർ പർപ്പസ് ഓഫ് റിസർച്ച്. നമ്മൾ റിസർച്ച് ഇത്തരം ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആക്ച്വലി റിസർച്ച് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, റിസർച്ച് ഈസ് an organized. So research is an organized set of activities to study and develop a model or procedure or technique to find the results of a realistic problem, supported by literature and data, such that its objectives are optimized, and further make recommendations and inferences for implementation. എന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ആക്ച്വലി റിസർച്ച് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യാണ്, ഒരു മോഡലിലോട്ടോ പ്രൊസീജിയറിലോട്ടോ ടെക്നിക്കിലോട്ടോ. എന്നിട്ട് നമ്മൾ മാത്തമാറ്റിക്കലിയോ സ്റ്റാറ്റിസ്റ്റിക്കലിയോ ക്വാണ്ടിറ്റേറ്റീവ്ലിയോ ക്വാളിറ്റേറ്റീവ്ലിയോ ഒക്കെ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ വകയായിട്ട് റെക്കമെൻഡേഷൻസും ഇൻഫറൻസസും കൊടുക്കുകയാണ് പ്രാക്ടിക്കലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ദ സ്മോൾ കോൺസെപ്റ്റ് ഓഫ് റിസർച്ച്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഏത് ഫീൽഡാണ് എങ്കിൽ ആ പേര് നമുക്ക് റിസർച്ചിന്റെ മുമ്പിലിട്ടാൽ നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് കിട്ടും. നമ്മൾ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യാനാണ് ഇഫ് യു ആർ ട്രൈയിങ് എങ്കിൽ നമ്മൾ അതിനെ ബിസിനസ് റിസർച്ച് എന്ന് പറയും. സോ വാട്ട് ഇസ് റിസർച്ച് മെത്തഡോളജി എന്നാണ്. ഈ റിസർച്ചുമായി ആ ടൈപ്പ് ഓഫ് റിസർച്ചിനോട് ചേർന്ന് വായിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഇസ് റിസർച്ച് മെത്തഡോളജി എന്ന്. In order to find solution for your answers, you need certain model, procedures and techniques. So a subject or a discipline which provides you with these models, procedures, techniques is known as research methodology. In റിസർച്ചും റിസർച്ച് മെത്തഡോളജിയും റിസർച്ച് ടൈപ്സും ഒക്കെ തമ്മിൽ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട, അത് ഏത് ഫീൽഡും ആയിക്കോട്ടെ. ഇറ്റ് ക്യാൻ ബി ഇൻ ബിസിനസ്, ഇറ്റ് ക്യാൻ ബി ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ, ഇറ്റ് ക്യാൻ ബി ഇൻ സയൻസ്, ഇറ്റ് ക്യാൻ ബി ഇൻ മാത്സ്. എവിടെ വേണമെങ്കിലും നമുക്ക് റിസർച്ച് ചെയ്യാം. കാരണം യു ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ എ പ്രാക്ടിക്കൽ പ്രോബ്ലം. നമ്മൾ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ അതാണ് നമ്മൾ റിസർച്ച്. യു ആർ സെർച്ചിങ്. ഇനി അത് ഏത് ഫീൽഡ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഇൻ ബിസിനസ്, ഇഫ് ഇറ്റ് ഇസ് ഇൻ എഡ്യൂക്കേഷൻ, ഇഫ് ഇറ്റ് ഇൻ സർവീസ് സെക്ടർ, അതനുസരിച്ച് ബിസിനസ് റിസർച്ച് എന്നോ ഇപ്പൊ മാർക്കറ്റിംഗിലാണെങ്കിൽ മാർക്കറ്റിംഗ് റിസർച്ച് എന്നോ അതിന്റെ പേരുകൾ മാറുന്നു മാത്രം. ഇനി നമ്മൾ എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. എങ്ങനെ റിസർച്ച് കണ്ടക്ട് ചെയ്യാം? നമ്മളുടെ പ്രോബ്ലത്തിനെ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പാകത്തിന് നമ്മൾ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസും ഡേറ്റയും ഒക്കെ കളക്ട് ചെയ്ത് ഏതെങ്കിലും മോഡലോ തിയറിയോ പ്രൊസീജിയറോ ഉപയോഗിച്ച് ടെക്നിക്കോ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷനും ഇൻഫറൻസും ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. സോ ആ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ, പ്രൊസീജിയർ ആൻഡ് ടെക്നിക്സ്, അതിനെ നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയും. സോ വാട്ട് ഇസ് റിസർച്ച് ആൻഡ് വാട്ട് ഇസ് റിസർച്ച് മെത്തഡോളജി എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. So that is, so I hope you have a clear understanding about what research is, what is the purpose of research, what are the types of research and what is research methodology. Okay, so now let's see. നമ്മൾ ഒരു ജനറൽ ഇൻട്രോ ആണ് കേട്ടോ തന്നത്. എത്രത്തോളം റിസർച്ച് ഒരു സാധാരണ വ്യക്തിക്ക് പോലും എത്രത്തോളം റെലവെന്റ് ആണ് എന്നതൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രോ ആണ്. നമ്മൾ ഇനി അക്കാദമിക് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കടക്കുകയാണ്. Now let's see the various definitions of research. So first is, according to Robert Ross, research is essentially an investigation, recording and analysis of evidence for the purpose of gaining knowledge. നമ്മൾ ജനറൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, if there is a practical problem, you need a solution. സോ ആ പ്രാക്ടിക്കൽ പ്രോബ്ലം പ്ലസ് സൊല്യൂഷൻ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ റിസർച്ചിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് റിസർച്ചിനെ എങ്ങനെ പറയാം? ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണമാണ്. റെക്കോർഡിംഗ്,
രേഖപ്പെടുത്തലാണ്. ആൻഡ് അനാലിസിസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ്. എന്തിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യണേ? തെളിവുകളെ, എവിഡൻസിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. അപ്പൊ നമുക്ക് എന്തിനാണ്? നമുക്ക് കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് റോബർട്ട് റോസ് പറഞ്ഞത്. Then according to John W. Best, research may be defined as the systematic and objective analysis. അവിടെയും പറയുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷന്റെ മറ്റൊരു പേരാണ് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ്. നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രം പോരാ, റെക്കോർഡ് ചെയ്യണം. എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യും, അനലൈസ് ചെയ്യണേ? കൺട്രോൾഡ് ഒബ്സർവേഷൻസ്, നമ്മളുടെ നിരീക്ഷണങ്ങൾ. ദാറ്റ് മേ ലീഡ് ടു, നമ്മളുടെ അത്തരം നിരീക്ഷണങ്ങൾ ദാറ്റ് മേ ലീഡ് ടു ഡെവലപ്മെന്റ് ഓഫ്, നമ്മൾ അങ്ങനെ നടത്തുന്ന നിരീക്ഷണങ്ങൾ ഒരു പക്ഷേ ജനറലൈസേഷൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് തിയറീസ്, അതായത് പൊതുവായ ധാരണകളിലേക്കോ ചില തത്വങ്ങളിലേക്കോ തിയറിയിലേക്കോ റിസൾട്ടിങ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് പോസിബിൾ അൾട്ടിമേറ്റ് കൺട്രോൾ ഓഫ് ഈവൻസിലേക്കോ നയിക്കാം. എന്ന് വെച്ചാൽ ആദ്യത്തെ ഡെഫിനിഷനെക്കാട്ടിലും ഒരുപടി കോംപ്ലക്സ് ആണ് രണ്ടാമത്തത്. ഇറ്റ്സ് സിസ്റ്റമാറ്റിക്, ഒരു ഓർഡറിൽ ചെയ്യുന്ന കാര്യമാണ്. ഒറ്റൊരു വൺ ഫൈൻ മോർണിംഗ് ഇറ്റ് ഇസ് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ്, വ്യക്തമായിട്ടുള്ള എന്താ പറയാ ലക്ഷ്യം ഉണ്ടാവണം. അനാലിസിസ്, സിസ്റ്റമാറ്റിക് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടും നമ്മൾ അനലൈസ് ചെയ്യാണ്, നമ്മളുടെ നിരീക്ഷണങ്ങളെ റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് നിരീക്ഷണങ്ങളെ റെക്കോർഡ് ചെയ്ത് വെച്ചതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടും അനലൈസ് ചെയ്യുന്നത് വഴി പൊതുവായ ധാരണകളിലേക്ക്, ജനറലൈസേഷനിലേക്ക്, പൊതുവായിട്ടുള്ള തത്വങ്ങളിലേക്ക് അല്ലെങ്കിൽ തിയറിയിലേക്ക്, പ്രിൻസിപ്പിൾസ് ഓഫ് തിയറി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു അൾട്ടിമേറ്റ് പ്രഡിക്ഷനിലേക്കോ റിസൾട്ടിലേക്കോ നമ്മൾ ചെന്നെത്തുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയാന്നാണ് ജോൺ ഡബ്ല്യു ബെസ്റ്റ് പറഞ്ഞത്. ദെൻ അക്കോർഡിംഗ് ടു ക്ലിഫോർഡ് വുഡി, ഇനി ഒരു ഡെഫിനിഷൻ ആണ്. റിസർച്ച് കംപ്രൈസസ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലം. നമ്മളൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നു, അതിനെ ഡിഫൈൻ ചെയ്യുന്നു, റീഡിഫൈൻ ചെയ്യുന്നു. ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്, ആ പ്രോബ്ലവുമായി റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു അസംഷൻ വെക്കുകയാണ്, അതാണ് ഹൈപ്പോത്തസിസ്. ഇതെന്താ ഹൈപ്പോത്തസിസ് എന്നൊക്കെ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ഇറ്റ്സ് എൻ അസംഷൻ. അങ്ങനെ അസംഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സജഷൻസ്, സൊല്യൂഷൻസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. കളക്ടിങ്, ഓർഗനൈസിങ്, ഇവാലുവേറ്റിംഗ് ഡേറ്റ, അത്തരം കാര്യങ്ങളെ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ ആയിട്ട് ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. മേക്കിംഗ് ഡിഡക്ഷൻ, 60 പേരെ ഇങ്ങനെ ആയതുകൊണ്ട് 10 പേര് അങ്ങനെയാണ് എന്നുള്ള ഒരു ഡിഡക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. റീച്ചിങ് കൺക്ലൂഷൻ, അവസാനം ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നു. അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ്, എന്നിട്ട് നമ്മുടെ കൺക്ലൂഷൻസ് ശരിയാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഹൈപ്പോത്തസിസ് ഉണ്ടല്ലോ, നമ്മുടെ അസംഷൻ, അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഇത്രയാണ് റിസർച്ച് എന്നാണ് ക്ലിഫോർഡ് വുഡി പറഞ്ഞത്. അപ്പൊ ഇവിടെയും it's about defining problem, it's about redefining problem, it's about formulating hypothesis. You have to suggest solution, you have to collect, organize, evaluate the data, you have to get into deduction, you have to reach conclusion, finally test your conclusion, and you have to determine whether your formulated hypothesis or your suggested solution is proved or disproved. Prove ആയാലും ഡിസ്പ്രൂവ് ആയാലും അതൊരു റിസൾട്ടാണ്. So that is research. അപ്പോൾ in short, all these definitions indicate that research is only a systematic inquiry into existing knowledge to disapprove or approve or arrive at a new conclusion for the betterment of existing system. നിലനിൽക്കുന്ന സംവിധാനങ്ങളെ ഭംഗിയായി, ഇപ്പോൾ ഉള്ളതിലും ഭംഗിയായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിലവിലുള്ള നോളജിനെ പുതുക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ പുതിയ നോളജിനെ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ നടക്കുന്ന സിസ്റ്റമാറ്റിക് എൻക്വയറിനെയാണ് നമ്മൾ ഇൻ ഷോർട്ട് റിസർച്ച് എന്ന് പറയാം. യു ഹാവ് എൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം, യു ഹാവ് ടു മോഡിഫൈ യുവർ സിസ്റ്റം. Maybe for that you have to add knowledge, you have to disapprove certain concept, you have to approve certain other concept, maybe you have to develop new concepts. So all these things you are doing for the betterment of the existing system. So അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. So that's it.